ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോടാണ് കേട്ടോ. ഒലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഒലോക്കോട് നിന്ന് ധോണി പോകുന്ന റൂട്ടിൽ, റെയിൽവേ കോളനിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു 3 മീറ്റർ വഴി നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് കയറുന്നത്. ഇതാണ് ആ വഴി കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നേരെ ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. രണ്ട് സൈഡും വീടുകളാണ്. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കുമ്പോൾ എല്ലാ വീട്ടിലും കിണറുകളുണ്ട്. അതുപോലെ തന്നെ മലമ്പുഴ കണക്ഷനും ഇവിടെ കിട്ടും കേട്ടോ. ഇത് കാണില്ല, ഈ വഴി നേരെ കയറുന്ന നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണും. 25 സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഇതിന് ഓണർ ചോദിക്കുന്നത് പെർ സെൻറ്റിന് 3 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളും ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ലാൻഡിൽ കയറുമ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ഇത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു മലയുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ആയിട്ട് ഇവിടെ ഒരു 3 തെങ്ങുണ്ട് ഈ ഒരു പ്ലോട്ടിൽ. പിന്നെ ചുറ്റുവട്ടം കോമ്പൗണ്ട് വാളിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും കോമ്പൗണ്ട് വാളിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ട്. ചിലവിടെ കമ്പി വേലി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ കാണാം, കണ്ടില്ലേ? ഇവിടെ കോമ്പൗണ്ട് വാളിൻ്റെ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുള്ളൂ. അവിടെ നിന്ന് ആ ഫൗണ്ടേഷന് മേലെ കൊടുത്ത് തന്നെ കമ്പി വേലി അവർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് നമുക്ക് ടോട്ടലായിട്ടുള്ള 25 സെൻറ്റ് സ്ഥലം കിട്ടുന്നത്. അവർ ഓണർ പറഞ്ഞ പ്രൈസ് ഞാൻ പറഞ്ഞു 3 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് ഷേപ്പുകളൊക്കെ ഇങ്ങനെ ഓരോ ലാൻഡിനനുസരിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ കമ്പി വേലിയാണ് മൊത്തത്തിലുള്ളത്. ഈ ഒരു പോർഷനിലൂടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ കോൺക്രീറ്റിൻ്റെ വാള് സൈഡിൽ കൂടെ ഫൗണ്ടേഷൻ കെട്ടി അതിങ്ങനെ സൈഡ് കെട്ടിയിട്ടുണ്ട്. അത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്ക് സൈഡിലുള്ള മലയില്ല, അതിലൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം നല്ല ഭംഗിയായിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ പ്ലോട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേലെന്ന് വരുന്ന വെള്ളം നേരെ ഈ ഒരു കനാൽ പോലൊരു ചെറിയ ചാല് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ഡ്രൈനേജ് സിസ്റ്റം പോലെ. മേലെ നിന്ന് വരുന്ന വെള്ളം നേരെ ആ വഴി താഴത്തേക്ക് പോകും കേട്ടോ. കാണിച്ചു തരാം. ഇതാണല്ലോ, ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കോൺക്രീറ്റ് വാളിൻ്റെ സൈഡിൽ നോക്കി അറിയാം, ഇതാണല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു വെള്ളം, മേലെ നിന്ന് വരുന്ന വെള്ളം മൊത്തം നമുക്ക് ഈ വഴിക്ക് അങ്ങനെ താഴത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കിട്ടങ്ങ് ലാസ്റ്റ് വരയ്ക്കും ഉണ്ട്. വാള് നോക്കി അറിയാം, കണ്ടില്ലേ? അങ്ങ് ലാസ്റ്റ് വരയ്ക്കും അവർ കെട്ടുണ്ട്. അപ്പോൾ ഈ മേലെ നിന്ന് മലൻ്റെ മേലെ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നേരെ ആ വഴി ലാസ്റ്റ് താഴത്തേക്ക് പോകും. പക്ഷെ ഇവിടെ നിന്നൊക്കെ ആ മഴ ഉള്ള സമയത്ത് നല്ല വ്യൂ ആയിരിക്കും. മേലെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ. നമുക്ക് വേണമെങ്കിൽ മേലെ കയറി നിന്ന് കുളിക്കാം. ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. നമുക്കിവിടെ ഒരു വീടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് വ്യൂ ആക്കിയിട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും. കാരണം ഈ പാറിൻ്റെ സൈഡിലേക്ക് വ്യൂ ആക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈസ്റ്റ് സൈഡായിട്ട് ഫേസും കിട്ടും, അങ്ങനെ വെക്കാം. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറൊക്കെ നമുക്ക് അവിടെ ഒരു ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊന്ന് മലയിൽ നിന്ന് അവിടെ നിന്ന് കയറുന്ന പോലെയും എല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുവരെയ്ക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൈൻ വരുന്നത്, ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു സ്ഥലത്തിൻ്റെ ബൗണ്ടറി ഈ ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ. നേരെ നമ്മുടെ വഴി അവിടെ ലാസ്റ്റ് കണ്ടില്ല, ആ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാണ് വന്ന്. അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വഴികൾ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇതിൻ്റെ ഏരിയ ഒക്കെ എങ്ങനെയുണ്ട് അവിടെ നിന്ന് മേലെ നിന്ന് നോക്കുമ്പോൾ കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ ലാൻഡ്. നമ്മൾ നേരെ ഇതുവഴി ഒന്ന് കയറി പോകാൻ പോവാ. മലയൊന്ന് കയറി നോക്കിയേക്കാം അല്ലേ. സുഖമായിട്ട് കയറി പോകാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നോർമലായിട്ട് നടക്കുന്ന പോലത്തെ അങ്ങനെ കയറാം, അല്ലാതെ വലിയ പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ റോഡിലൂടെ നടക്കുന്ന ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ എങ്ങനെയുണ്ടോ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ആ സൈഡ് അകത്തിയത്രയാണ് വരുന്നത് കേട്ടോ. ഇത് അകത്തിയത്ര പഞ്ചായത്തിലാണ് ഇത് പെടുന്നത്, ഈ ലാൻഡ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോഴേ മൊത്തം പാലക്കാടിൻ്റെ ആ വ്യൂ കാണാൻ പറ്റും. നമ്മുടെ ലാൻഡ് കാണുന്നുണ്ടോ? കറക്റ്റ് മേലെ നിൽക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ലാൻഡ് സ്കെച്ച് വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ലാൻഡ് സ്കെച്ച് എങ്ങനെ കിടക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മളതിലേക്ക് സ്കെച്ച് അയച്ചു തരാം. കണ്ടല്ലേ, ഇതിൻ്റെ മേലെ കയറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ കയറാനുള്ളൊരു ചെറിയൊരു കഷ്ടപ്പാടാണെങ്കിലും പക്ഷെ മേലെ കയറുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. സാധാരണ നോർമലിൽ നടക്കുന്ന ഒരു കയറ്റം കയറുന്ന ആ ഒരു ഫീലേ ഉള്ളൂ. വളരെ അടുത്തായിട്ട് തന്നെ കിടക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ പാലക്കാട് ഇത്രയും മരങ്ങളുണ്ട് എന്ന് മേലെ നിന്ന് തോന്നുക, ടൗണിൽ തന്നെ. താഴെ കണ്ടില്ലേ,
നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ടോപ്പ് എന്നുള്ളത് കേട്ടോ. നമ്മൾ താഴെ വരയ്ക്കും ഇറങ്ങി ഈ ഒരു പോർഷനിൽ നോക്കിയാണ്. ഈ വഴിക്ക് വേണമെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ. ഇവർ അമ്പലത്തേക്കൊക്കെ പോകുന്ന വഴിയൊക്കെയാണ്. ഈ വഴിക്കും പോയിട്ട് അവർ അമ്പലത്തേക്ക് പോകാറുണ്ട്. അല്ലേ, ഫുള്ള് മരങ്ങൾ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കണം അല്ലേ. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ആൾക്കാരും എല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മേലെ കയറിയുന്ന ഒരു നല്ലൊരു ഏരിയ, ഭംഗിയായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ വീട് വയ്ക്കുകയാണെങ്കിൽ തന്നെ മലൻ്റെ മേലെ നിന്ന് മഴ സമയത്തൊക്കെ വെള്ളം വീഴുന്നതും നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഏരിയ നമുക്ക് കിട്ടും അല്ലേ. ഫുള്ള് ടോപ്പ് ഏരിയ. ഇപ്പം നമ്മുടെ ബിൽഡിങ് പ്ലോട്ട് വരുന്നതിൻ്റെ സ്ഥലത്തുള്ള ആ ഒരു ഏരിയയാണ്. ഒലോക്കോട് ജംഗ്ഷൻ സൈഡ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രോപ്പർട്ടി താഴെ കാണിച്ചത്. അപ്പോൾ ടോട്ടൽ 25 സെൻറ്റ് സ്ഥലം, സെൻറ്റിന് അവർ 3 ലക്ഷം ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ 75 ലക്ഷമാണ് അവരുടെ ചോദ്യം. അത് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ പക്കാ പറമ്പാണ് കേട്ടോ ആ പോർഷൻ കിട്ടുന്നത്. അതുപോലെ വെള്ളത്തിന് പലരും വിചാരിക്കും ഇങ്ങനെ ഒരു വലിയ മലയുണ്ടാകുമ്പോൾ കിണർ ഒഴിച്ച വെള്ളം കിട്ടുക വെച്ചാൽ അടുത്തുള്ള വീടുകളിലൊക്കെ കിണറാണുള്ളത്. എല്ലാത്തിലും നല്ല വെള്ളം ഉണ്ടാകും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല വെള്ളമുണ്ട് കേട്ടോ. നമ്മുടെ പ്ലോട്ടിൻ്റെ തൊട്ട് മേലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. നമുക്ക് ശരിക്കും ഡ്രോണിലൊക്കെ എടുക്കുന്ന പോലെ നമ്മൾ മേലെ നിന്ന് എടുക്കുന്ന പോലെ ആയില്ലേ വ്യൂ കാണുന്നുണ്ടോ. അതാണ് നമ്മൾ അവിടെ നിന്ന് കയറിയ ആ റോഡ് എന്നുള്ള വഴി. അത് നേരെ 3 മീറ്റർ വഴിയാണ് കേട്ടോ അതിങ്ങനെയുള്ളത്. അത് നേരെ കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ പ്ലോട്ട് തുടങ്ങുന്നത് അല്ലേ. ഈ റൈറ്റ് സൈഡിലുള്ള ഇതാണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള പ്ലോട്ട് വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബസ് റൂട്ട് നോക്കുമ്പോൾ 400 മീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണെങ്കിൽ വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.